സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. കേരള സാഹിത്യ അക്കാദമി തുടർച്ചയായി ഇങ്ങനെ വിവാദങ്ങളിൽ പെടുകയാണ്. ആദ്യം ബാലചന്ദ്രൻ ചുള്ളിക്കാടായിരുന്നു വിമർശനവുമായി രംഗത്തെത്തിയത്. ഒരു പരിപാടിയിൽ പങ്കെടുത്തു, അതിന് മതിയായ യാത്രാബത്ത നൽകിയില്ല എന്ന ചുള്ളിക്കാടിന്റെ വിമർശനം വന്നു. അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പിയാണ് വലിയൊരു വിമർശനവും പരാതിയുമായി രംഗത്തെത്തുന്നത്. തന്നോട് കേരള ഗാനം ആവശ്യപ്പെടാൻ അക്കാദമി തന്നോട് സമീപിച്ചു, ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ താൻ ഒരു കേരള ഗാനം എഴുതി നൽകി. അതാദ്യം അത് തിരുത്തണം, അതത്ര പോരാ എന്നാവശ്യപ്പെട്ടു. അത് തിരുത്തി നൽകി. പക്ഷേ അത് പിന്നീട് അത് സ്വീകരിച്ചോ നിരാകരിച്ചോ എന്ന് ഒരറിയിപ്പും അക്കാദമിയിൽ നിന്ന് ഉണ്ടായില്ല. അതിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ തൻ്റെ കവിത അത് ക്ലീശയാണെന്ന് പറഞ്ഞ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദൻ തന്നെ കളിയാക്കി അപമാനിച്ചു. അത് അവരെ വിമർശിച്ചതിന് മനഃപൂർവ്വം തന്നെ അപമാനിക്കുകയാണ് ചെയ്തത് എന്ന തരത്തിലാണ് ശ്രീകുമാരൻ തമ്പിയുടെ വിമർശനം വരുന്നത്. അതിന് പിന്നാലെ പല കോണുകളിൽ നിന്ന് ഇതിൽ അഭിപ്രായങ്ങളും എതിർപ്പുകളും ഒക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ജയ ജയ കോമള കേരള ധരണി എന്ന കേരള ഗാനം അത് മാറ്റിയെഴുതാനുള്ള സർക്കാർ നീക്കം ഇതോടൊപ്പം വിവാദത്തിലായിട്ടുണ്ട്. അജിംസ്, ഇവിടെ ഉണ്ടായിട്ടുള്ള ഈ വിമർശനം അത് രണ്ടുപേര് തമ്മിലുള്ള ഒരു ഈഗോ ക്ലാഷിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് തോന്നുന്നത്? ഈഗോ ക്ലാഷ് അല്ല, അതിൽ ഒരു പൊളിറ്റിക്സ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ഈ നമ്മുടെ സാഹിത്യകാരന്മാരിൽ പലരും, എഴുത്തുകാരാവട്ടെ, കവികളാവട്ടെ, നോവലിസ്റ്റുകളാവട്ടെ, കഥാകൃത്തുകളാവട്ടെ, അവർക്കൊക്കെയും രാഷ്ട്രീയ നിലപാടുകളുണ്ട്. പലരും അത് തുറന്ന് പ്രകടിപ്പിക്കാറുണ്ട്. ചിലർ പറയാറില്ല, അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ പറയാറില്ല. അപ്പോൾ ഈ രാഷ്ട്രീയ ബാഹ്യമായിട്ട് ഈ സാഹിത്യകൃതികളെ വിലയിരുത്തലാണ് സാഹിത്യലോകം പൊതുവെ ചെയ്യുന്നത്. അതിന് പുറത്തുള്ള ലാർജർ പൊളിറ്റിക്സിനെ പറ്റിയൊക്കെ ചർച്ചയാവും. അതല്ലാതെ അവരുടെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കോണിൽ അത്തരം രാഷ്ട്രീയ കൃതികളൊന്നും ആരും ചർച്ച ചെയ്യാറില്ല. ഇപ്പോൾ കവി സച്ചിദാനന്ദൻ, അദ്ദേഹമുള്ള അക്കാദമിയുടെ അധ്യക്ഷൻ, അദ്ദേഹം രാഷ്ട്രീയ കവിതകൾ എഴുതുന്ന ആളാണ്. എന്ന് മാത്രമല്ല രാഷ്ട്രീയം ഉറക്കെ സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെത് എന്ത് രാഷ്ട്രീയമാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു ലെഫ്റ്റ് രാഷ്ട്രീയമാണ്. ഓക്കെ, ഇപ്പോൾ അക്കാദമിയിലിരിക്കുന്ന അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന പലരും ഇടത് രാഷ്ട്രീയം പേർന്നവരാണ്. സെക്രട്ടറി എന്നാണ് CP അബൂബക്കർ. അദ്ദേഹമൊക്കെ SFI നേതാവായിരുന്നു, SFIയുടെ തുടക്കകാലം മുതലുള്ള നേതാവായിരുന്നു. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയെ പറ്റി മലയാളികൾക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിൻ്റെ പഴയകാല ഗാനങ്ങൾ അത്രമാത്രം ജനപ്രിയമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമാ ഗാനങ്ങളാണ് കൂടുതൽ പോപ്പുലറായിട്ടുള്ള കവി എന്നതിനേക്കാൾ സിനിമാ ഗാനങ്ങളാണ്. അത് മനോഹരമായ കവിതകൾ എഴുതുന്ന ആളാണ് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം കുറേ നാളായിട്ട് അങ്ങനെ കവിതകൾ എഴുതുന്നില്ല. അദ്ദേഹം സിനിമാ രംഗത്ത് അത്ര സജീവവുമല്ല. പക്ഷെ കവി എന്ന നിലയിൽ അദ്ദേഹത്തെ കേരള ഗാനം എഴുതാൻ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കേരള ഗാനം ഇന്ന് ഞാൻ വായിച്ചു. അത് വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ഒരു നൂറ്റാണ്ടിൽ, 21ാം നൂറ്റാണ്ടിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന വരികളാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെ തോന്നില്ല. അതിൻ്റെ ആദ്യത്തെ വരി കേട്ടുള്ളൂ. ദിവ്യ ഹരിതഭംഗി കവിത ചൊല്ലും എൻ്റെ കേരളം, സഹ്യഗിരിതൻ ലാളനയിൽ വിലസും കേരളം, ഇളനീരിൻ മധുരമൂറും എൻ മലയാളം, വിവിധ ഭാവധാരകൾ തൻ ഹൃദയ സംഗമം. ഇതൊക്കെ ഒരു 60കളിലെ 70കളിലേക്ക് ഒരു ഭാവത്താണ്. അത് സാധാരണ രീതിയിൽ അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാരണം അത് സ്കൂളുകളിലൊക്കെ പ്രദർശിപ്പിക്കാനാണ്. അപ്പോൾ സ്കൂളുകളിൽ കുട്ടികൾക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ വളരെ ലളിതമായി എഴുതിയതാണ്, മാറ്റി എഴുതാൻ പറഞ്ഞ് എഴുതിയതാണ് എന്നാണ്. ഇത് ലാളിത്യത്തിന്റെ പ്രശ്നമല്ല, ഭാവുകത്വത്തിന്റെ പ്രശ്നമാണ്. ഇത് വരികളിൽ ലളിതം തന്നെയാണ്, സംശയമൊന്നുമില്ല. ശ്രീകുമാരൻ തമ്മിയുടെ എല്ലാ ഗാനങ്ങളും ലളിതമാണ്, ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതാണ്. പക്ഷേ ഈ ഭാവുകത്വം 60കളിലെയും 70കളിലെയും ഭാവുകത്വമാണ്. ആ ഭാവുകത്വത്തിൽ ഇന്നൊരു കവിത വേണ്ടതുണ്ടോ എന്ന് അക്കാദമിക്ക് ചിന്തിക്കാം, സ്വാഭാവികമായിട്ടും അക്കാദമിക്ക് ചിന്തിക്കാം. അപ്പോൾ അതുകൊണ്ടൊരു പുതിയ കുറേ കൂടി ചെറുപ്പക്കാരൻ BK ഹരിനാരായണനെ കൊണ്ട് എഴുതിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ അത് ശ്രീകുമാരൻ തമ്പിയോടുള്ള അനാദരവായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അതൊരു പുതിയ ഭാവുകത്വമാണ്, പുതിയ കാലമാണ്. പുതിയ കാലത്ത് ആളുകൾക്ക് പോപ്പുലറായി സ്വീകരിക്കപ്പെടണമെങ്കിൽ പുതിയ ഭാവുകത്തിൽ എഴുതണം. അത് ശ്രീകുമാരൻ തമ്പിയോട് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അതെന്തുകൊണ്ടാണ് അത് സ്വീകരിക്കാത്തതെന്ന് അത് ചെയ്യേണ്ടതായിരുന്നു അക്കാദമിക്ക് ആ കാര്യത്തിൽ പാളിച്ച പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ഇന്നലെ തന്നെ ഈ വിവാദം ഇദ്ദേഹം ഇത് പറഞ്ഞപ്പോൾ തന്നെ സച്ചിദാനന്ദൻ ആദ്യം മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഞങ്ങളതിൽ തീരുമാനമെടുത്തിട്ടില്ല എന്നാണ്. തൊട്ടുടനെ അദ്ദേഹം കൂടുതൽ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം പറയുന്നത് അത് ക്ലീശയാണ്, അതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവർക്കിടയിൽ തന്നെ അതിലൊരു ആശയ അവ്യക്തതയുണ്ട്. എന്ത് ചെയ്യണം, എങ്ങനെ ശ്രീകുമാരൻ തമ്പി അത് അറിയിക്കണം എന്നുള്ള കാര്യത്തിൽ ആശയ അവ്യക്തതയുണ്ട്. മറ്റൊന്ന്, ഇത് തെരഞ്ഞെടുത്ത സമിതിയിൽ നടന്ന ഡോക്ടർ M ലീലാവതി പറയുന്നത് ഞാൻ ഈ പാട്ട് കണ്ടിട്ടേ ഇല്ല എന്നാണ്. അപ്പോൾ അതൊരു നേരെ ചൊവ്വയല്ല, അതിൻ്റെ ഒരു പ്രൊസീജിയർ നടന്നതെന്ന് വ്യക്തമാണ്. അങ്ങനെ നേരെ ചൊവ്വ പ്രൊസീജിയർ നടക്കാത്തതിന് കാരണക്കാരൻ സച്ചിദാനന്ദൻ മാഷാണെന്ന് വെച്ചാൽ അങ്ങനെ ആയിരിക്കില്ല. ചിലപ്പോൾ സെക്രട്ടറിയായ CP അബൂബക്കർ ആയിരിക്കാം, അദ്ദേഹമായിരിക്കും ചിലപ്പോൾ അത്തരം അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ആൾ അദ്ദേഹവുമായിരിക്കാം. നമുക്കറിയില്ല അതെന്താണ് സംഭവിച്ചത്. പക്ഷേ ഈ സാഹിത്യ അക്കാദമി പോലുള്ളൊരു സ്ഥാപനം, ആ സ്ഥാപനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കേണ്ട ഒന്നാണ്. ആ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുമ്പോൾ എല്ലാത്തരം ആശയഗതിയിലുള്ള ആളുകളെ, ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സംഘപരിവാർ അനുകൂലിയാണ് എന്നൊരു വാദം പൊതുവെ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട്. അദ്ദേഹം തന്നെ അത് പലവട്ടം നിഷേധിച്ചിട്ടുള്ളതാണ്. മുമ്പ് ശബരിമല പ്രക്ഷോഭകാലത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരിക്കലും RS അനുഭാവിയല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റാണ്,
എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടാണ് അനുഭവം എന്ന് അദ്ദേഹം തുറന്നു നിരന്തരം പറയുന്ന ഒരാളാണ്. പക്ഷേ അതേസമയം തന്നെ AK ആൻ്റണി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് RSSനെ തീവ്രവാദ സംഘടനകളുടെ പട്ടികയിൽപ്പെടുത്തിയ ലിസ്റ്റ് പുറപ്പെടുവിച്ചു കേരള പോലീസ്. അന്ന് ആഭ്യന്തരമന്ത്രി AK ആൻ്റണിയാണ്. അന്ന് അങ്ങനെ ഏർപ്പെടുത്തിയതിനെ പ്രതിഷേധിച്ചുകൊണ്ട് സംഘപരിവാർ പുറപ്പെടുവിച്ചൊരു പ്രസ്താവനയിൽ ഇദ്ദേഹം ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു എന്നും പറയുന്നു ശ്രീകുമാരൻ തമ്പി. ഒരു പക്ഷേ അദ്ദേഹം ഉള്ളിൽ ഒരു RSS അനുഭാവി ആയേക്കാം. ഓക്കെ, അതൊക്കെയാണെങ്കിലും ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇത് ഡീൽ ചെയ്യേണ്ട രീതി അങ്ങനെയായിരുന്നില്ല. അത് നമ്മളൊരു കാര്യം ഇപ്പോൾ ഒരു മാസികയ്ക്ക് നമ്മളൊരു ലേഖനമോ കവിതയോ അയച്ചു കഴിഞ്ഞാൽ അതവർ തിരിച്ചയക്കും നമുക്ക്. ഇത് തൽക്കാലം പ്രസിദ്ധീകരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ബഹുമാനം അദ്ദേഹത്തോട് കാണിക്കേണ്ടതാണ്. കാരണം അത്രയും സീനിയർ ആയിട്ടുള്ള ഒരു കവിയും ഗാനരചയിതാവാണ് അദ്ദേഹം എന്ന നിലയ്ക്ക് അക്കാദമി അങ്ങനെ ഒരു ബഹുമാനം അദ്ദേഹത്തോട് കാണിക്കേണ്ടതായിരുന്നു. മറ്റൊരു കാര്യം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫാഷിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയമുള്ള എഴുത്തുകാരും കവികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കവികൾക്കും എഴുത്തുകാർക്കിടയിലും സാഹിത്യകാരന്മാർക്കിടയിലും വർഷങ്ങളായി പതിറ്റാണ്ടുകളായി RSS പണിയെടുക്കുന്നുണ്ട്. നിരന്തരമായി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു സോഫ്റ്റ് പവർ RSS ആഗ്രഹിക്കുന്നുണ്ട്. എന്നിരിക്കെ ഇപ്പോൾ തങ്ങളോടൊപ്പമാണ് എന്ന് തോന്നുന്ന ആളുകൾക്കിടയിൽ പോലും അവർ പ്രവർത്തിക്കുന്നു എന്നുള്ള ബോധം ആർക്ക് വേണം? ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന ആളുകൾക്ക് വേണം. അത് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അവർ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു നിമിഷത്തിൽ ആളുകൾ നീലക്കുറുക്കൻ കൂവുമ്പോൾ ഞെട്ടുന്നതിനേക്കാൾ നല്ലത് ആ ഒരു യാഥാർത്ഥ്യബോധം ഇടതുപക്ഷത്തിനുണ്ടാവുക എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യബോധം മാത്രം ഉണ്ടായാൽ പോരാ, ആളുകളെ ട്രീറ്റ് ചെയ്യുമ്പോൾ അവർ ഏത് രാഷ്ട്രീയ പക്ഷവും ആയിക്കൊള്ളട്ടെ, സാഹിത്യകാരൻ എന്ന നിലയിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ അക്കാദമി പുലർത്തേണ്ട ചില ഒരു പ്രൊസീജ്വറൽ എന്താ പറയുക മര്യാദയുണ്ട്. ആ മര്യാദ അവർ പാലിച്ചു പറ്റും. യെസ്. നിഷാദിന് തോന്നി ആ ഗാനം വായിച്ചപ്പോൾ ഒരു ക്ലീശയാണെന്ന് തോന്നിയോ, അതോ ഇത് നിരാകരിക്കാൻ കാരണം അതിന് പിന്നിൽ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ടെന്ന് തോന്നുന്നു? എനിക്ക് വളരെ ജെന്യൂനായി തോന്നുന്നു ദിവ്യ, ഈ പാട്ട് കേട്ടപ്പോൾ ഈ പാട്ടല്ല പുതിയ കാലത്ത് കേരളം മുന്നോട്ട് വയ്ക്കുന്ന എന്താണ് സന്ദേശത്തെ പ്രതിനിധീകരിക്കേണ്ടതെന്ന് ആർക്കും വിചാരിക്കാവുന്നതേ ഉള്ളൂ. കാരണം നമ്മൾ എത്രയോ കാലമായിട്ട് ഇമാതിരി പാട്ടുകൾ കേരളത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏഷ്യനെറ്റിൻ്റെ തീം സോങ് ഉണ്ട് അല്ലേ, എന്താ ഒരു പാട്ട്, ആ പാട്ട് ഇതേ സ്വഭാവമുള്ള കൈരളിയുടെ തീം സോങ് ഉണ്ട്, ഇതേ സ്വഭാവമുള്ള പാട്ടാണ്. കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ടൈറ്റിൽ സോങ് ഉണ്ട്, ഇതേ സ്വഭാവമുള്ള ഏതാണ്ട് ഇതേ വരികളുള്ള. അതിനകത്തെല്ലാം നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒന്ന് ഹരിതാഭ, ഒന്ന് കേരളത്തിൻ്റെ സഹ്യൻ, അലയാഴി, കേരളത്തിലെ നദികൾ, കേരളത്തിൻ്റെ മതനിരപേക്ഷത, എല്ലാം അതിൻ്റെ അവസാനം ഇതാണ് ഒരുമ എന്ന് പറയുന്ന സംഗതി. ഇതേ കൂട്ടുകൾ വെച്ചിട്ട് എഴുതുന്ന പാട്ടുകളുടെ ഒരു തുടർച്ച മാത്രമാണ്, ഇതിനകത്ത് പുതിയതായിട്ടൊന്നുമില്ല. അപ്പോൾ 2024 കേരളത്തിൻ്റെ ഗാനമായിട്ട് അവതരിപ്പിക്കേണ്ട ഒന്നിനകത്ത് കേരളം മുന്നോട്ട് വെക്കുന്ന, കേരളം എന്ന് പറയുന്ന നാട് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ ബദലടക്കം ഉണ്ടാവണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനകത്ത് ഉണ്ടായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമാണ് നിരസിക്കൽ. ഇപ്പോൾ ശ്രീകുമാരൻ തമ്പിയെപ്പോലെ ഒരു കവിയെ അക്കാദമി വിലമതിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ വിലമതിക്കുന്നതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇത്രയും സീനിയറായ ഒരാൾ, ഈ സ്വഭാവത്തിൽ പാട്ടുകൾ എഴുതുന്ന ഒരാൾ, കേരള ഗാനം എന്ന ആലോചന വന്നപ്പോൾ അദ്ദേഹം എഴുതട്ടെ എന്ന് തീരുമാനിക്കുകയാണല്ലോ. അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് സച്ചിദാനന്ദൻ നിങ്ങൾ ചെയ്യണം എന്ന് നിർബന്ധിച്ചു. എന്ന് വെച്ചാൽ അത് ശ്രീകുമാരൻ തമ്പിയാണ് എഴുതേണ്ടത്. കേരളത്തിനൊരു പാട്ട് കേരളത്തിനൊരു പാട്ട് വരുമ്പോൾ ശ്രീകുമാരൻ തമ്പിയെ പോലെ ലെജൻഡറി ആയിട്ടുള്ള ഒരാൾ എഴുതണം എന്ന് അക്കാദമിക്ക് തോന്നി. ഒരു തവണ എഴുതിയപ്പോൾ അവർക്ക് മനസ്സിലായി ഈ സംഗതി ഇദ്ദേഹത്തെ കൊണ്ട് അല്ല ശരിയാവില്ല എന്നെങ്കിൽ വീണ്ടും മാറ്റി എഴുതാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ ശ്രീകുമാരൻ തമ്പിയെ പോലെ വളരെ ഒരു ടവറിങ് കക്ഷിയോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ പാട്ട് എടുക്കുന്നില്ല കേട്ടോ എന്ന് പറയാനുള്ള മടി അതായിരിക്കണം ഒരുപാട് അതിനകത്ത് പ്രവർത്തിച്ചിട്ടുണ്ടാവുക. അല്ലെങ്കിൽ അദ്ദേഹത്തെ അപമാനിക്കുക എന്ന ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തെ കൊണ്ട് എഴുതിപ്പിക്കാൻ അവർ ആഗ്രഹിച്ചല്ലോ. ആ പാട്ട് അവർ വർക്ക് ചെയ്ത് നോക്കി, അവർക്കത് വർക്കാവുന്നില്ല. അങ്ങനത്തെ പാട്ട് നമുക്കും വർക്കാവില്ല ഇനിയുള്ള കാലത്ത് എന്ന് ഉറപ്പായിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതിനകത്ത് അദ്ദേഹത്തിനൊരു ഈഗോ വർക്ക് ചെയ്തിട്ടുണ്ട്, സ്വാഭാവികം. ഇപ്പം ഞാൻ കേരളത്തിൽ ഇത്രയും അധികം പഴക്കവും പാരമ്പര്യമുള്ള ഒരു കവി, പാട്ടെഴുത്തുകാരൻ, എൻ്റെ ഒരു പാട്ട് ഞാൻ എഴുതി കൊടുത്താൽ അത് അങ്ങനെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്ന് അദ്ദേഹം ഇതിനു മുമ്പും പലപ്പോഴും പല വിവാദങ്ങളിലും നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഞാൻ എന്ന വ്യക്തിക്ക് വേണ്ടത്ര പരിഗണന തരുന്നില്ല ഈ സിസ്റ്റം എന്ന പ്രശ്നം അദ്ദേഹത്തിനുള്ളതാണ്. അദ്ദേഹം അതെപ്പോഴും പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ ഒരു ജനാധിപത്യം പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ട്, ഇപ്പോൾ അദ്ദേഹത്തിനോട് പാട്ട് എഴുതാൻ പറഞ്ഞു, എഴുതുന്ന പാട്ടിന് പേ ചെയ്തിട്ടുണ്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തെ പ്രധാനപ്പെട്ട ഏരിയ കഴിഞ്ഞു, ബാക്കി പാട്ട് എടുക്കുക വേണമെന്നുള്ള അവരുടെ കാര്യമാണല്ലോ. ഇപ്പം ഈ ലോകത്തെല്ലാ സംഗീത സംവിധായകരുടെയും പാട്ടെഴുത്തുകാരുടെയും ഒക്കെ അനുഭവം ഇതാണ്. ഇപ്പോൾ ഈ റോജ എന്ന് പറയുന്ന സിനിമയിൽ പാട്ട് പാടാനായിട്ട് ആദ്യമായിട്ട് ഉണ്ണിമെന്നെ വിളിക്കുമ്പോൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട്, റഹ്മാൻ പറഞ്ഞിട്ടുണ്ട്, പാട്ട് നമ്മൾ പാടി നോക്കും, ഇഷ്ടപ്പെട്ടാലേ എടുക്കും, ഒരു ഗ്യാരണ്ടി ഇല്ല കേട്ടോ എന്ന്. പിന്നെ വേറെ കാര്യം പറയുന്നുണ്ട്, ഞാൻ ആദ്യമായിട്ടാണ് ഈ സിനിമ ചെയ്യുന്നത്, ഇത് അവന്മാരെടുക്കുമെന്ന് എനിക്കറിയില്ല, അവന്മാരിത് എടുത്താലേ നമ്മുടെ രണ്ടുപേരുടെയും പാട്ട് വരും, അതുകൊണ്ട് നമ്മളൊരു ഞാണിമേക്കളി കളിക്കുകയാണെന്ന് പറയാണ്. ഫൈനലി ആ പാട്ട് എടുത്തു, ഇതും എടുത്തു. അഴകിയ തമിഴ് മകൻ എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് വിജയുടെ ഇൻട്രോ സോങ് റഹ്മാൻ ചെയ്യുന്നുണ്ട്. റഹ്മാൻ എന്ന് വെച്ചാൽ ചെയ്ത പാട്ട് മാറ്റുന്ന ആളല്ല, അദ്ദേഹം പാട്ട് ചെയ്ത് അയച്ചു കൊടുത്തു. വിജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിർമ്മാതാവ് വളരെ തന്ത്രപരമായിട്ട് പറഞ്ഞ ആ പാട്ട് മാറ്റി ചെയ്തു റഹ്മാൻ.
ഞാൻ ഇവിടുത്തെ ഒരു ഇസൈ പൊയലാണ്, മദ്രാസ് മൊസറാണ്, ഞാൻ ചെയ്യുന്ന പാട്ട് വേണമെങ്കിൽ വിജയ് അഭിനയിച്ചോണം എന്ന് പറഞ്ഞ നടപ്പുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം സംഗതികൾ ഈ മേഖലയിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീകുമാരൻ തമ്പിയെ പോലെ ഒരു മനുഷ്യൻ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ എഴുതി കൊടുത്ത പാട്ട് പുതിയ രാഷ്ട്രീയമായിട്ട് അല്ലെങ്കിൽ പുതിയ ഒരു കാലവുമായിട്ട് ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ ഓക്കെ അവർ വേറെ ആളെ കൂടി ചോദിച്ചോട്ടെ, പക്ഷേ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നേരത്തെ അജിം സുവർണ പറഞ്ഞതുപോലെ പ്രധാനമാണ്. അദ്ദേഹം ചെയ്ത പണിക്ക് അദ്ദേഹത്തെ പേ ചെയ്യുക എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പം സച്ചിദാനന്ദൻ്റെ രാഷ്ട്രീയ കവിതകളെ അദ്ദേഹം കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സച്ചിദാനന്ദൻ പുതിയ കാലത്തോട് രാഷ്ട്രീയമായി സംവദിക്കുന്ന ആളാണ്. തൻ്റെ എഴുത്തു മേഖലയെ അതിന് പ്രയോജനപ്പെടുത്തുന്ന, അതിന് എന്താ പറയുന്നത്, ആയുധമാക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ ഒരു രാഷ്ട്രീയ കവിത എഴുതുക ശ്രീകുമാരൻ തമ്പിയെ കൊണ്ട് പ്രയാസവുമായിരിക്കും. കാരണം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസമാണെന്ന് സച്ചിദാനന്ദൻ കവിത എഴുതി, കുഞ്ഞാലിക്കുട്ടി ഇവിടെ ജീവിക്കുന്നില്ലേ എന്നതാണ് ശ്രീകുമാരൻ തമ്പിയുടെ രാഷ്ട്രീയ ബോധ്യം. ആ രാഷ്ട്രീയ ബോധ്യം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പുതിയ കാലത്തെ പാട്ടോ കവിതയോ ഒന്നും എഴുതാൻ പറ്റില്ല. അദ്ദേഹം 80s-ലോ 90s-ലോ ഒക്കെ, 90s വരെ മാക്സിമം, അതിനപ്പുറത്തേക്ക് ഇന്ത്യ എങ്ങോട്ടാണ് മുന്നോട്ട് പോകുന്നത്, ഇന്ത്യയിൽ എന്തൊക്കെയാണ് ക്രൈസിസ്, എന്താണ് ഇന്ത്യൻ ന്യൂനപക്ഷം അനുഭവിക്കുന്ന പ്രതിസന്ധി എന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്ക് പുതിയ കാലത്തെ ഒരു പാട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ശ്രീകുമാരൻ തമ്പി തൻ്റെ പരിമിതി മനസ്സിലാക്കണം. അക്കാദമി അതിനകത്തൊരു മോശം സമീപനം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്രയും വലിയൊരാളോട് നിങ്ങളുടെ പാട്ട് വേണ്ട എന്ന് പറയാനുള്ള മടിയായിരിക്കും അതിനകത്ത് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവരും ഈ കാറ്റഗറിയിൽ പോകുന്ന ആളുകൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളാണ് ഈ ഇതിനെ മൊത്തം ഇവിടെ കൊണ്ടുവന്നത്, നമ്മളാണിത് താങ്ങി നിർത്തുന്നത് എന്ന് എല്ലാ മേഖലയിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട. അങ്ങനല്ല, എല്ലാ മേഖലയും ജനാധിപത്യവൽക്കരിക്കപ്പെട്ട കാലത്ത് അതിഗംഭീരമായി പാട്ട് എഴുതുന്ന ആളുകൾ, സുഗും മേലൊരു ശരിയുണ്ട് എന്ന വരിയെക്കുറിച്ച് വല്ലതും ആൾക്കും മനസ്സിലായിട്ടുണ്ട്. അതായത് നൈക്കിന് ഷൂവിനെക്കുറിച്ച് സുഗിൻ മേലൊരു ശരിയുണ്ടെന്ന് എഴുതി വെച്ചിട്ട് ആ പാട്ട് മില്യൺസ് അടിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മൾ സഖ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണിവീണയാണ് എൻ്റെ കേരളം, അതാണ് ഉദാത്തം എന്നൊന്നും വാശി പിടിക്കാൻ കഴിയില്ല. മനുഷ്യന്മാരെ റിലേറ്റ് ചെയ്യുന്ന സംഗതികൾ പലതരത്തിലുള്ളതാണ്. സോ അതാണ് അതിന് സംഭവിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് ഇത്തരം ഈഗോ എല്ലാവരും മാറ്റി വെക്കണം. റഹ്മാൻ പോലും ഔട്ട്ഡേറ്റഡ് ആവുന്ന കാലമാണ്. അത് വേറെ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. എനിവേ ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ള ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഈ പാട്ടല്ല കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എനിവേ നിങ്ങൾ അത്രയും പ്രയത്നിച്ചതിന് നന്ദി എന്ന് പറഞ്ഞത് അത് വൈൻഡപ്പ് ചെയ്യാനാണ് നല്ല കാര്യം. യെസ്, അതാണ്. എല്ലാ കാലവും ഒരാൾക്ക് ഒരേ രീതിയിൽ തന്നെ കവിത ചിട്ടപ്പെടുത്താൻ കഴിയണമെന്നില്ല. പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രശ്നം, ശ്രീകുമാരൻ തമ്പി ഒരു ഗാനം കവിത എഴുതി നൽകുന്നു അക്കാദമിക്ക്, പക്ഷേ അത് അക്കാദമി സ്വീകരിച്ചോ നിരാകരിച്ചോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിച്ചില്ല എന്നതുള്ള ഒരു കാരണം ബോധ്യപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വം, കടമ അത് അക്കാദമിക്കുണ്ട്. അതിവിടെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം.